ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടെക്കോർമിൻ്റെ മറ്റേ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ, അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് പഴയ ഫോട്ടോസൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടതാണല്ലേ. പക്ഷേ അതൊക്കെ ചിലപ്പോൾ ആൽബത്തിലേക്ക് ഇരുന്നിട്ടൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും. റസ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ നമ്മളെ കളറൊക്കെ മങ്ങി അല്ലെങ്കിൽ വേറെ വൈറ്റ് പൂപ്പലൊക്കെ പിടിച്ച് ആ കേട് വന്നിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് വെറും ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട്, കമ്പ്യൂട്ടറോ ഒന്നും സഹായം ഇല്ലാണ്ട് വെറും ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ ആ ഫോട്ടോ റീസ്റ്റോർ ചെയ്തെടുക്കാം, അതുപോലെ കളറാക്കി എടുക്കാം, അതും HD ക്ലാരിറ്റിയിൽ എങ്ങനെ അത് കൺവേർട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഫോട്ടോ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ നമ്മൾ എഡിറ്റ് ചെയ്തതിനുള്ള ശേഷമുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തതെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റെമിനി എന്നുള്ളൊരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണം. അതായത് നമ്മുടെ ഫോട്ടോ ഒന്ന് ക്ലിയർ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് റെമിനി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എൻഹാൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ ഔട്ട്പുട്ട് ഏകദേശം ഇങ്ങനെ കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഹോട്ട്സ്പോട്ട് AI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ ഫോട്ടോ റീസ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ റീസ്റ്റോർ ഓപ്ഷൻ എന്നുള്ളതിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്ലോഡ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ അവർ പ്രോസസ്സ് ചെയ്തിട്ട് തരും. ഏകദേശം ഒരു 10% എഡിറ്റ് മാത്രമാണ് അവർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഈ ചെറിയ ഡോട്ടും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് റിമൂവ് ആയി പോകും. ഓക്കെ, അതിനുശേഷം നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ആ എൻഹാൻസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ആഡ് ഓപ്ഷൻ എന്നുള്ളതിൽ. എന്നിട്ട് അതിലൊരു ഇറേസറിൻ്റെ ചിത്രം ഉണ്ടാവും. അതിൽ പേഴ്സൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പേഴ്സൻ്റെ ഫോട്ടോ മാത്രം അവിടെ നിൽക്കും, ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ആയി പോകും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ആയി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഓട്ടോമാറ്റിക് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയല്ലേ. അപ്പോൾ നമ്മൾ ഇത്തിരിയൊക്കെ നമ്മളെ ഹെയറിൻ്റെ ഭാഗം പോകും. അതൊന്ന് ബ്രഷ് വെച്ചിട്ട് റീസ്റ്റോർ ചെയ്തെടുത്താൽ ആ പ്രശ്നം തീർന്നു. അതിനുശേഷം നമുക്ക് ആ ഹെയറിലുള്ള വൈറ്റ് പാർട്ടിക്കിൾസ്, അതായത് ആ ഒരു ഫംഗസ് വന്നാണ് നമ്മുടെ ഫോട്ടോയിൽ, അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുക്കുക. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഹെയറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കളർ സെലക്ട് ചെയ്തിട്ട് ഹെയർ ടൈപ്പ് ബ്രഷ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഹെയർ ടൈപ്പ് ബ്രഷ് ഉണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ ആ ഹെയറിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് ആ വൈറ്റ് പാർട്ടിക്കിൾസ് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് പുറത്തേക്കൊന്നും പോകാൻ പാടില്ല. കറക്റ്റ് നമ്മൾ ചെയ്യണം. ഞാൻ ഇപ്പോൾ ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു റഫായിട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റ് പാർട്ടിക്കിൾസ് ഒരു 80% ഹെയറിൽ നിന്ന് പോയി. ഇനി നമുക്ക് ഈ ഫോട്ടോയുടെ ഒരു ഹെയറിൻ്റെ ഒറിജിനൽ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെയർ കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളതിൽ ബ്യൂട്ടിയിൽ ഹെയർ കളർ എന്നുള്ള ഓപ്ഷൻ അതെടുത്തതിന് ശേഷം നമ്മൾ ആ ഹെയർ കളർ ഒന്ന് എമൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ ഫോട്ടോ അതായത് കളറാക്കാൻ പോവുകയാണ്. കളറാക്കാൻ വേണ്ടിയിട്ട് സ്കിൻ ടോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്കിൻ ടോണും കൂടി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ സ്കിൻ ടോൺ എങ്ങനെയാണോ അതുകൂടി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലിപ്പിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ കളർ തന്നെ എടുക്കുക. എന്നിട്ട് റെഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ഭാഗം. അതിനുശേഷം അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാക്കുക. ഓക്കെ, നമ്മളപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഏകദേശം ഒരു 80% തീർന്നു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന ഇയറിങ്സും അതുപോലെ ചെയിനും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ നമ്മൾ ക്രോമിൽ പോയിട്ട് PNG ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ഒരു ചെയിനിൻ്റെ. ഓക്കെ, ആ ചെയിൻ്റെ PNG ഫയൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഡ്രസ്സിനുള്ളിൽ കയറി കിടക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് ഒന്ന് ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് അത് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇയറിങ്സ് അതുപോലെ ചെയ്യാം. ഓരോ ഫോട്ടോയ്ക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഞാനിപ്പോൾ ഈ ഫോട്ടോയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഈ ഫോട്ടോയ്ക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മൾ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതിന് മുന്നേ ഉണ്ടായിരുന്നു, ഒറിജിനൽ ഫോട്ടോയിൽ ഇയറിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ആ ഇയറിങ്സ് നമുക്ക് നഷ്ടമായി. അതുപോലെ തന്നെ അവസാനമായിട്ട് ഈ വൈറ്റ് കളറിലോടുത്ത് നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഒന്ന് ഫിനിഷിങ് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി.
അപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കിയപ്പോൾ നമ്മളെ മുഖത്ത് ചെറിയൊരു പാടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബ്രഷ് എടുക്കുക, എന്നിട്ട് ആ മുഖത്തിൻ്റെ കളർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തെ കളറും പോയി. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ നോക്കിയാൽ എത്ര പെർഫെക്റ്റായി നോക്കിയാൽ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന പണി തന്നെ ഉള്ളത്. അതായത് നമ്മുടെ ഫോണും കുറച്ച് സമയം ഉണ്ടായാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ആ 2 ഫോട്ടോ നിങ്ങൾ കമ്പയർ നോക്കിയാൽ മനസ്സിലാവും. ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഇത്തിരി ടൈം നമ്മൾ മെനക്കെട്ടാൽ മതി. ഞാനിപ്പോൾ വേറെ ഒരു ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റഫായിട്ടാണ് ചെയ്തത്. വെറും 10 മിനിറ്റിനുള്ളിൽ ചെയ്ത കാര്യമാണ്. 10-15 മിനിറ്റ് മാക്സിമം എടുത്തിട്ടുണ്ടാവും. നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതായത് കുറേ സമയം ഇട്ടിട്ട് എഡ്ജും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഡ്രോ ചെയ്തിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ട്യൂട്ടോറിയൽ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി കിടിലൻ വീഡിയോസായിട്ട് ഇനി വീണ്ടും വരും. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഓക്കെ, താങ്ക് യു.